പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ, സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ശാരീരികമായും മാനസികമായും ഒക്കെ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്വസ്ഥതയോടെ ഒന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നതാ ഏറ്റവും വലിയ ദൈവീക ദാനമല്ലേ. എത്ര പേര് ഉറങ്ങുവാൻ പോലും കഴിയാതെ മാനസിക പിരിമുറുക്കത്തിൽ അലയുന്നു, ഭാരപ്പെടുന്നു. അവർക്കൊക്കെ നാം ഈ ദിവസങ്ങളൊരാശ്വാസമാകണം. നമ്മളിലുള്ള യേശുവിൻ്റെ സ്നേഹം നമുക്ക് അവർക്കൊക്കെ പകർന്നു കൊടുക്കണം. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളെയൊക്കെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ, നമ്മളുമായി സഹകരിക്കുന്നവർ, നമ്മെ കാണുന്നവരൊക്കെ യേശുവിലുള്ള സമാധാനം, സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടവരണം. അതിനായി നമ്മളെ ഓരോരുത്തരെയും ഹോളി സ്പിരിറ്റ് ഒരു ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ താൻ ചിന്തിച്ചോ താൻ ഒരു കൊട്ടാരത്തിൽ എത്തപ്പെടുമെന്ന്, താൻ ഒരു അധികാര പദവിയിൽ എത്തുമെന്ന്? പൊട്ടക്കിണറ്റിലെ ഏകാന്തത എത്ര വലുതല്ലേ. ആ പൊട്ടക്കിണറ്റിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പം മാനസികമായി ശാരീരികമായി തകർക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുമ്പോൾ പുറത്ത് തന്നെ ആശ്വസിപ്പിക്കേണ്ടുന്ന, ചേർത്ത് പിടിക്കേണ്ടുന്ന തൻ്റെ സഹോദരങ്ങളുടെ ചിരിയും വർത്തമാനവും ഒക്കെ കിണറിൻ്റെ മുകളിൽ പുറത്ത് കേൾക്കുവാൻ സാധിക്കും. ആ യവനക്കാരൻ്റെ ഹൃദയം എന്തുമാത്രം തകർന്നു കാണുമല്ലേ. പക്ഷേ ദൈവം അദ്ദേഹത്തിന് വേണ്ടി വാഗ്ദത്തം ചെയ്ത് ഒരുക്കി വെച്ചിരുന്ന വാഗ്ദത്തത്തെ തടയുവാൻ പൊട്ടക്കിണറിനോ ഏകാന്തതയ്ക്കോ ഒറ്റപ്പെടലിനോ അവഗണനയ്ക്കോ വല്ലതും സാധിക്കുമോ? ഇല്ല. പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ് അറിഞ്ഞില്ല താൻ നാളെ കൊട്ടാരത്തിലെത്തുമെന്ന്, താൻ അനേകരെ ഭരിക്കുമെന്ന്, അനേകർക്ക് വാരിക്കൊടുക്കുമെന്ന്. തന്നെ അവഗണിച്ച, തനിക്ക് വിരോധമായി സംസാരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് പോലും താൻ വാരിക്കൊടുക്കുവാൻ, നന്മ വാരിക്കൊടുക്കുവാൻ പോവുകയാണെന്ന് ജോസഫ് അറിഞ്ഞില്ല. പക്ഷെ തൻ്റെ ജീവൻ്റെ ഉടമസ്ഥനായ ദൈവം തൻ്റെ ഭാവി നിർണയിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് നിങ്ങളെ നിന്ദിക്കുന്ന ഒരു പറ്റം കൂട്ടർ കാണും. ഒത്തിരി ഏകാന്തതയിലും വേദനയിലും തകർക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഉറക്കെ ചിരിച്ചട്ടഹസിച്ച് നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന ഒരു പറ്റം ജനം കാണും. അതൊന്നും കണ്ട് നിങ്ങളുടെ ഹൃദയം വേദനിക്കരുത്, ഒട്ടും ഭാരപ്പെടരുത്, സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ഭാവി സ്വർഗം നിർണയിച്ചിട്ടുണ്ട്. അതിനെ മാറ്റുവാൻ ആർക്കും സാധിക്കത്തില്ല. കർത്താവ് പ്രവർത്തിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കാ കഴിയുന്നത്? അവിടുത്തെ കരം നീട്ടിയാൽ അതിനെ പിൻവലിപ്പിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ധൈര്യമായിട്ടിരിക്കുക. ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എത്രമാത്രം നിങ്ങൾ ഉയരേണ്ടതാണെന്ന് വല്ല ഐഡിയമുണ്ടോ? നിങ്ങൾക്കില്ല അല്ലേ? പക്ഷെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവ് സകലതും നിശ്ചയിച്ചിട്ടുണ്ട്. ആർക്കും എത്തപ്പെടാൻ പറ്റാത്ത ചില മേഖലയിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുക. ഒരു കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ സ്വർഗം കയറ്റും, ഉയർത്തും, ഉന്നതങ്ങളിൽ വാഹനമേറും. അതെ, കർത്താവ് നിങ്ങളെ മാനിക്കും. അസാധാരണമായ മാന്യതകളും പദവികളും സ്വർഗം നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ വേദനിക്കേണ്ട. കർത്താവിന് നന്ദി പറയുക മാത്രം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. അപ്പാ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ധൈര്യപ്പെടുത്തിയതിന് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ ഗാഡ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അല്ല, അതിനു മുമ്പേ അങ്ങ് ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചതാ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ഭാവിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഞങ്ങളെ പരിഹസിക്കുന്ന ഒരു പറ്റം പുറത്തുണ്ടെങ്കിലും ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ. പരിഹാസത്തിൻ്റെ ശബ്ദം അത് നിലയ്ക്കും. ഹല്ലേലൂയ. കരനാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ വേദനിച്ചപ്പോൾ, പരിഹസിക്കപ്പെട്ടപ്പോൾ, എല്ലാം തീർന്നു എന്ന് കരുതിയ നിമിഷങ്ങളിൽ അവിടെ നിന്നൊക്കെ സ്വർഗം എത്രമാത്രം അവരെ കൊണ്ടുവന്നു, എത്രമാത്രം ഉയർത്തി. പിന്നെയാണോ ഇപ്പോഴത്തെ പ്രതികൂലം? ഇല്ലപ്പാ, ഇതെൻ്റെ പ്രിയരെ തൊടത്തില്ല, അവരെ ബാധിക്കത്തില്ല. അവർ മേൽക്കുമേൽ ഉയരും, അവർ ശക്തി പ്രാപിക്കും. ഇപ്പോൾ തന്നെ എല്ലാ ധൈര്യവും മാറിട്ട്
അസ്വസ്ഥതകൾ മാറട്ടെ. ഇന്ന് സുഖമായി ദൈവ സാന്നിധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്ന് അതിനെ ശ്രദ്ധിക്കുന്നല്ലോ. ഉറക്കത്തിനായി തയ്യാറാകുന്നവർ ഇന്ന് ഈ സന്ദേശം കേട്ട് സ്വസ്ഥമായി സുഖമായി ഉറങ്ങട്ടെ. രാവിലെ ജോലി കാര്യങ്ങളിലേക്ക് പോകുന്നവർ, അവരെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. മധ്യാഹ്ന സമയങ്ങളിലായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവെ സൂക്ഷിക്കണമേ. ലോകമെമ്പാടുമുള്ള അങ്ങയുടെ വിശുദ്ധ ജനത്തെ പരിപാലിക്കണമേ, കൃപയിൽ പൊതിയണമേ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നാഥ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ആർക്കും ഒന്നിനും സാധ്യമല്ല. ഞങ്ങൾ അത്രത്തോളം അങ്ങയുമായി ഒന്നായിരിക്കുന്നപ്പ. വി ലവ് യു മോർ ആൻഡ് മോർ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.